ഉടനെ തന്നെ ആ ഒരു കോളേജിനെതിരായിട്ട് ഒരു പ്രേതമാണ് ഈ ഒരു കൊലപാതകം ചെയ്തതെന്ന് വരെ മൊത്തത്തിൽ റൂമർ അവിടെ സ്പ്രെഡ് ആകുകയാണ് ചെയ്തത്. എന്നാൽ പോലീസിന് ഒട്ടും തന്നെ മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മോർച്ചറിക്കകത്ത് ഈ ഒരു ബോഡി കിടന്നതിന്റെ താഴെ ആയിട്ട് എങ്ങനെ ഈ ഒരു വിദ്യാർത്ഥി മരിച്ചു കിടക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടുത്തെ പോലീസുകാർക്ക് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നെ ഒരു മനുഷ്യൻ തന്നെയാണെന്ന്. പക്ഷെ അവിടുത്തെ വിദ്യാർത്ഥികൾ ഒരിക്കലും തന്നെ വിശ്വസിച്ചിരുന്നില്ല. കാരണം അവർ തന്നെ പറഞ്ഞു നടന്നത് ഇതൊരു പ്രേതം, അതായത് ആ ഒരു മോർച്ചറിക്കുള്ളിൽ പ്രേതം ചെയ്ത കൊലപാതകമാണ്. എന്നാൽ ഇതിന്റെ ചുരുളഴിയുന്നത് ആ ഒരു പോലീസുകാരൻ തീർത്ത ചെറിയൊരു സംശയത്തിന്റെ പേരിലായിരുന്നു. അന്ന് രാത്രി അവർ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു വിദ്യാർത്ഥിയെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു വെറ്റിന് പറഞ്ഞ ആ ഒരു പയ്യനാണ് അവിടുത്തെ മോർച്ചറിയുള്ള ഒരു ബോഡി മാറ്റി കിടത്തിയിട്ട് ഇദ്ദേഹം ആ ഒരു ബോഡിക്ക് പകരം കയറി കിടന്നത്. സോ ഇദ്ദേഹത്തിന്റെ ആ ഒരു ചുണ്ടിലെ എരിയുന്ന സിഗരറ്റ് കുറ്റി കണ്ടിട്ടാണ് ആ ഒരു വിദ്യാർത്ഥി, ആ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുന്നത്.